വെൽക്കം ബാക്ക്. It's me Needu. It's me ആദർശ്. ഗൈസ്, അപ്പൊ ഞങ്ങളിത് പുനലൂർ ടൗണിലേക്ക് ഒന്ന് പോവുകയാണ്. ഞാനും നീതുവും തനുവും കൂടെ പോവുകയാണ് ഗൈസ്. എന്റെ തനു ഞങ്ങളുടെ കൂടെ ഉണ്ട്. തനൊന്നും ഉറങ്ങിയിട്ടൊന്നുമില്ല. അതിന് അതുകൊണ്ട് ഉറക്കമൊക്കെ തൂങ്ങിയിരിക്കുകയാണ്. ആകെ പോസ്റ്റായി. അങ്ങനെ തനുവിനെ കൊണ്ട് ഞങ്ങൾ പുറത്തോട്ട് പോവാണ്. ഓണത്തിന്റെ ഒക്കെ തിരക്കുകളായിരുന്നു മൊത്തം. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത് ഗൈസ്. അതുപോലെ നമ്മള് ലൈവ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീണ്ടും. സോ ഗൈസ്, ഗിവ് അവേസ് എല്ലാം കൊടുത്തു തുടങ്ങി. ഇന്നലെ ഒരു ഗിവ് അവേ ഉണ്ടായിരുന്നു. സോ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നല്ല നല്ല ഗിവ് അവേ ഉണ്ട്. പിന്നെ നീതു പറയുന്നത് ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് എന്തൊക്കെയോ വലിയ സർപ്രൈസ് പാർട്ടീസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയ ധാരണയില്ല. എല്ലാം ഇവര് എന്നെ സർപ്രൈസ് ചെയ്തുകൊണ്ടുള്ള പാർട്ടീസ് ആണ് ഗൈസ്. ഇവന്റെ ആഗ്രഹങ്ങൾ ഇവൻ പറയുവാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇവന്റെ ആഗ്രഹങ്ങൾ ഇവൻ പറയുവാണ്. അങ്ങനെ വേണം, ഇങ്ങനെ വേണം. ഇത് കേട്ടിട്ടാണ് ഞാൻ അറിയുന്നത് ഇപ്പൊ ഇതൊക്കെ ഉണ്ടെന്ന്. മനസ്സിലായി? എന്തൊക്കെയോ ഇവര് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇവരെല്ലാവരോടും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും എനിവേ നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ എന്റെ ബർത്ത്ഡേക്ക് പറഞ്ഞ് ഇതൊക്കെ ബെറ്റർ ആയിരിക്കണം അവന്റെ എന്ന് പറഞ്ഞാണ് എല്ലാം ചെയ്തു തരുന്നത്. അതെ അതെ അതെ. അങ്ങനെ ഞങ്ങൾ പോവാണ് ഗൈസ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ്. ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്ന ആൾക്കാർ തന്നെ ഇവിടാണ് ലാൻഡ് മാർക്ക് ഉള്ളത്. ആശാ ഭവന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന റോഡ് വഴി വരണം കേട്ടോ. ഓണത്തിന് വരാന്ന് പറഞ്ഞവരെല്ലാം പറ്റിച്ച് ഗൈസ്, ആരും വന്നില്ല. പിന്നെ പുനലൂർ ഫെസ്റ്റിലും ടൗണിലും ഒക്കെ വെച്ച് പലരെ ഞങ്ങൾ കണ്ടായിരുന്നു. കണ്ടവരെല്ലാം ഞങ്ങൾ സംസാരിച്ച് നല്ല ഹാപ്പി ആയിരുന്നു ഗൈസ്. പിന്നെ പറയാനാണെങ്കിൽ ഇനിയിപ്പോൾ ഇൻകം എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. വെയിറ്റിംഗ് ആണ് ഗൈസ്. സോ ഉടനെ തന്നെ നമുക്ക് യൂട്യൂബിൻ്റെ ആദ്യത്തെ ഇൻകം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഗൈസ്, നമ്മുടെ തനുവിനെ കൂടെ അതെ, താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് സൂപ്പർ ചാറ്റ് ഒക്കെ ഒരുപാട് ചെയ്യുന്നു. ഒരുപാട് സൂപ്പർ ചാറ്റ് ചെയ്ത് താങ്ക് യു സോ മച്ച് ബ്രോ. ആദ്യത്തെ സൂപ്പർ ചാറ്റിന്റെ തുടക്കം കുറിച്ച് അമ്മുവാണ് ഗൈസ്. അതെ അതെ, ഇതാണ് ഞങ്ങളുടെ ഞാൻ പഠിച്ച സ്കൂൾ ഇവിടാണ് ഗൈസ്. പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആ കാണുന്ന സ്കൂളാണ് ഞാൻ പഠിച്ചത്. ബോയ്സിന്റെ ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. നീതു പഠിച്ചത് മുരുക്കുമണ്ണാണ്, നിലമേലൊക്കെയാണ് ഗൈസ്. ആൻഡ് ഇതാണ് ബോയ്സ്. അറിയാം, ഇവിടെ പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം ഗൈസ്. യൂണിഫോം ഒക്കെ ചേഞ്ച് ആയി ഇവിടുത്തെ. ഇപ്പോഴത്തെ പഴയ യൂണിഫോം അല്ല, ഇപ്പം പുതിയ പുതിയ യൂണിഫോമാണ്. ഈ ഗ്രൗണ്ടിൽ ഒരുപാട് കിടന്ന് ഇന്ന് സ്ട്രൈക്കൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കിന് ഈ ഗ്രൗണ്ടിൽ കിടന്ന് തീരാപ്പാര കൂടുന്ന ഗ്രൗണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വീടുകളും കടകളും ഒക്കെ നമുക്ക് ഒരുപാട് ഓർമ്മകളും ഒരുപാട് കണക്ഷൻസും ഉള്ളതാണ് അന്നും. പിന്നെ ഇപ്പം നമ്മൾ കറങ്ങി തിരിഞ്ഞ് കറക്റ്റ് ഈ സ്ഥലത്ത് തന്നെ വന്ന് നമ്മൾ താമസിക്കുന്നത്. അപ്പം നമ്മുടെ പഴയ എല്ലാ കൂട്ടുകാരെയും ഇപ്പം സ്ഥിരം കാണുന്നുണ്ട്. ചേട്ടന്മാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും ഈ നാട്ടിലുള്ള എല്ലാവരും നമ്മുടെ അടുത്ത ആൾക്കാർ തന്നെ ആയിരുന്നു നേരത്തെ തൊട്ടേ. ഇപ്പൊ എല്ലാവരുമായിട്ട് വീണ്ടും ക്ലോസ് ആയി. അത്യാവശ്യം നല്ല ചൂടല്ലേ ഇത്? ഭയങ്കര ചൂടായി. മഴ അവിടെ പുനലൂർ എന്ന് പറഞ്ഞാൽ ചൂടിന് പേര് കേട്ട സ്ഥലമാണ് ഗൈസ്. പാലക്കാടും പുനലൂരും. അപ്പൊ നല്ല ചൂടാണ്. വെയിൽ കണ്ടാൽ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? നല്ല വെയില. നിങ്ങളുടെ എവിടെയൊക്കെ എങ്ങനെയാ? പുറത്തൊന്നും അങ്ങനെ അധികം ആരും ഇല്ലാണ്ട് അല്ല, എല്ലാരും. കാരണം ഉച്ച സമയം ആകുമ്പോഴത്തേക്ക് തിരക്ക്. കുറച്ച് എന്തൊരു തിരക്കായിരുന്നേ. അത് ഇതിന്റെ വലിയ വണ്ടി ഡസ്റ്റർ, ഇതിന്റെ വലുത് എന്ന് വെച്ചാൽ കിഡിന്റെ വലുത്. ഞങ്ങളുടെ ഈ കിഡാണ് ഇരിക്കുന്നത്. റെനോൾട്ടിന്റെ കിഡാണ് ഞങ്ങളുടെ കയ്യിൽ. നല്ല കളറും കൊള്ളാം. ഡസ്റ്റർ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. നല്ല വണ്ടിയാണ് ഇത്, സൂപ്പറാ. അങ്ങോട്ട് പോവാണ്. ഇനി തൂക്കുപാലത്തിലൊക്കെ ഉള്ള വിഷ്വൽസ് കാണിച്ചാൽ ഈ കടയിലൊന്ന് കാരണം. സോ ഗൈസ്, ബൈ 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 ബൈ. ഹായ് പറഞ്ഞേ തനു. ഹായ് പറ. ഹായ് ഹായ് ഹായ്. മം. തനുവിന് വെള്ളം കണ്ട അന്നേരം മമ്മാണ് ഗൈസ്. മം. തനു മമ്മന്തി. തനു മമ്മന്തി. തനു മമ്മന്തി. തനുവിനാണെങ്കിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അന്നേരം മമ്മെന്നാണ് അവള് വെള്ളത്തിന് പറയുന്നത് ഗൈസ്. തൂക്കുപാലത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമൊക്കെ തനുവിനാണെങ്കിൽ നല്ല പേടിയായിരുന്നു. ഇപ്പം തനുവിൻ്റെ പേടിയൊക്കെ മാറി. തന്നെ നോക്കട്ടെ. തന്നെ ഓക്കെ മമ്മന്തി. തനുവിന് ഇപ്പം പേടിയൊന്നുമില്ല കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ തന്നെ നല്ല പേടിയായിരുന്നു തൂക്കുപാലത്തിൽ നടക്കാം. ഞങ്ങൾ നീതുവിനെ വെയിറ്റ് ചെയ്തിരിക്കുക ഗൈസ്. നീതു ഇപ്പം വരും. നീതുവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ. തനു മമ്മന്തി. ഫുള്ള് മമ്മ അല്ലേ? തനുവിൻ്റെ ലാംഗ്വേജിൽ മമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, വാട്ടർ ഗൈസ്. വെള്ളം എന്നും ഈ ആറ് കാണുമ്പോൾ ഇവള് പറയും മം.
ഇവിടെ ഇപ്പോൾ ഓണത്തിൻ്റെ പരിപാടിയൊക്കെ ആയതുകൊണ്ടാണ് രണ്ട് സൈഡിലും കയറൊക്കെ കെട്ടിയിട്ടേക്കുക. കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഈ സൈഡിലൊക്കെ. ഈ ഇലക്ട്രിക് കണക്ഷൻസ് ഒക്കെ വരുന്നുണ്ടായതുകൊണ്ട് രണ്ട് സൈഡിലും കയറൊക്കെ കെട്ടിയിട്ടേക്കുവാണ്. ഇങ്ങനെ ഒരു സൈഡ് തൂക്കുപാലത്തിൻ്റെ ഒരു സൈഡ് ഓപ്പൺ ഉള്ളൂ, ഒരു സൈഡ് ക്ലോസ്ഡ് ആണ്. വെയിലാണ്. ഞങ്ങൾ ഉച്ച സമയത്താണ് വന്നത്. സൂപ്പർ വെയിലാണ്. ആ പില്ലറിൻ്റെ സൈഡിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ച് തണലുള്ളത്. തന്നെ എന്ത് നോക്കുന്നേ മം? ഓ ഗായ്സ്, ദേ തന്നെയാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ നോക്കുവാണേ മമ്മ. ആദ്യമൊക്കെ ഇവർക്ക് ഈ വിടവിൻ്റെ ഇടയ്ക്ക് കൂടെ നടക്കാൻ നല്ല പേടിയായിരുന്നു. ഇപ്പം അതൊക്കെ മാറി ഗൈസ്. നേരത്തെ നല്ല പേടിയായിരുന്നു വിടവിൻ്റെ ഇടയ്ക്ക് കൂടെ നടക്കാൻ. അവൾ അതിൽ നിന്ന് വീണ് പോകുന്നൊക്കെ ഉള്ള പേടിയായിരുന്നു. തന്നെ ഇനി വന്നേ, അവിടെ നിന്നും പോണ്ട. തനു ഇനി വന്നേ. എന്തോ തന്നെ ഇത്? എന്തോ ഇത്? മമ്മോ? മം. ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിൽ തൂക്കുപാലത്തിൽ വരുവാണെങ്കിൽ കുറേ നേരം നമുക്ക് നിൽക്കാനൊക്കെ പറ്റും. ഈ നമ്മളിപ്പോൾ വന്നേക്കുന്ന ഏകദേശം 2 മണി 2:30 സമയമാണ്. ഈ സമയത്ത് നല്ല നല്ല ചൂടാണ്, നല്ല വെയിലാണ് ഗൈസ്. ബാ തനി എന്നെ വിളിക്കുന്നുണ്ടോ? ബാ ബാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടോ തനു? തന്നെ അങ്ങോട്ട് കിടക്കാം. ബാ തനു, തന്നെ അങ്ങോട്ട് കിടക്കാം. ബാ തനു, ബൈ ബൈ. ഇപ്പോൾ ഓടി വരും കേട്ടോ. ഉച്ച സമയമാകുമ്പോൾ നല്ല ചൂടില്ലാത്ത ഈവനിങ് സമയത്തൊക്കെ വരുവാണെങ്കിൽ അടിപൊളിയാണ്, നല്ല ഒരുപാട് തിരക്കുമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓണത്തിന് ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ അതിന് പ്രശ്നങ്ങൾ വന്ന് അങ്ങനെ ഇതിൻ്റെ ഒരു സൈഡ് അടച്ചിട്ടേക്കുണ്ട്, അവിടെ ക്ലോസ് ചെയ്തേക്കും. ഈ സൈഡ് മാത്രമേ ഓപ്പൺ ഉള്ളൂ. നമ്മുടെ TB ജംഗ്ഷൻ്റെ സൈഡ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. സോ അതുകൊണ്ട് എന്തൊക്കെയോ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ഇതൊക്കെ കെട്ടിയൊക്കെ ഇട്ടേക്കുന്നുണ്ട്. ഈ രണ്ട് സൈഡിലേക്ക് എനിക്ക് തോന്നുന്നു സേഫ്റ്റിയൊക്കെ വെച്ചിട്ടായിരിക്കും ഈ ലൈറ്റും കാര്യങ്ങളിലും ഒക്കെ കൊടുത്തേക്കുന്ന ഇലക്ട്രിക് സപ്ലൈ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആൾക്കാർ പോയി കയ്യിലൊക്കെ പോയി പിള്ളേരൊക്കെ പോയി പിടിക്കാതിരിക്കാനായിരിക്കും രണ്ട് സൈഡിലും കയറൊക്കെ കിട്ടിയേക്കുന്നത്. സോ ഇനിയിപ്പോൾ ഒരു കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഓണം ഫെസ്റ്റിൻ്റെ എൻഡിങ് ആണ്. സോ അപ്പോഴത്തേക്കും ഇതെല്ലാം മാറ്റും ഗൈസ്. ഞങ്ങൾ നീതുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറേ നേരമായി വന്നിട്ടിപ്പോൾ 10-15 മിനിറ്റായി. പക്ഷേ തനുവിന് ഇനി എത്ര നേരം ഇവിടെ നിന്നാലും തനുവിന് വീട്ടിൽ പോകണമെന്നേ ഇല്ല. വേണ്ട തന്നെ വേണ്ട. തനു വേണമെങ്കിൽ ഇന്ന് മൊത്തം വേണമെങ്കിൽ ഇവിടെ നിന്ന് നടന്നോളൂ. നടക്കുന്നതിൻ്റെ കാര്യത്തിൽ ഓടുന്നതിൻ്റെ കാര്യത്തിലൊന്നും തനുവിനെ നമുക്ക് തോപ്പിക്കാൻ പറ്റത്തില്ല ഗൈസ്. തനു അത്രത്തോളം എനർജറ്റിക്കാണ്, ആക്റ്റീവാണ്. എപ്പോഴും പിള്ളേരൊക്കെ വന്ന് ചോദിക്കും ഇവന് എന്തു കഴിക്കാൻ നമ്മൾ കൊടുക്കുന്നതെന്ന് ചോദിക്കും. അത്രയ്ക്ക് ആക്റ്റീവാണ് തനു, ഹൈപ്പർ ആക്റ്റീവാണ്. തനു തനു തനുവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ. കണ്ടോ തനുവിന് കൂട്ടുകാരനെ കിട്ടി. തനുവിനാണെങ്കിൽ കണ്ട നീതുവിനെ കണ്ട് കണ്ടേ ഓടിപ്പോന്ന കണ്ടോ. നീതു പൊങ്ങല് കാണിക്കാണ് ഗൈസ് കണ്ടോ. അങ്ങനെ ഞങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്ന അവസാനം നാടെ നീതു എത്തി ഗൈസ്. ഞങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു നീതുവിനെ കാണാൻ വേണ്ടിയിട്ട്. അവസാനം നാട്ടെ നീതു എത്തി. നീതു എന്ത് പറയാനുള്ളത്? ഇത് ഞങ്ങൾ 2 ചേട്ടന്മാരെ കണ്ടു, ഒരു ഫാമിലി കണ്ടതുണ്ട്. അവർ പോകുന്നുണ്ടോ? തനിയെ നല്ല വിഷമമായി ഗൈസ്. അവർ പോകുന്നുണ്ടോ ഗൈസ്? കണ്ടോ അവർ ആ ഫാമിലി പോകുന്നുണ്ടോ? തന്നെ തിരിഞ്ഞ് നോക്കി പോവാണ് ചേട്ടാ. ഇന്നത്തെ വീഡിയോയിൽ അവരെ ആഡ് ചെയ്യും. അവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവർ അടൂരിൽ നിന്ന് വന്നൊരു ഫാമിലിയാണ്. തനുവിനെയൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. 2 കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുമായിട്ട് തനു ഭയങ്കര കളിയായിരുന്നു ഗൈസ്. കണ്ട തനു ചേട്ടാന്ന് വിളിച്ചിട്ട് പോകുന്നുണ്ടോ? തനു പോട്ടെ, തിരിച്ചു വാ, ടാറ്റ വിടുവാ. തനുവിനാണെങ്കിൽ എത്ര വെയിൽ കൊണ്ടാലും ഒന്നും മടക്കത്തില്ല, ഭയങ്കര വെയിൽ. സോ ഗൈസ് ഞങ്ങളും എന്നാ അങ്ങോട്ട് പോവാണ്, വീടാണ്, വീട്ടിലേക്ക് പോവാണ്. കഴിക്കാതെ ഇറങ്ങിയതാണ്. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. കുട്ടിഷമ്മാമൻ്റെ കടയിൽ നിന്ന് നാരങ്ങാവെള്ളം വേണോ? ഞങ്ങൾ പുനലൂരിലെ ഒരു കുട്ടിഷമ്മാമൻ്റെ കടയിൽ നാരങ്ങാവെള്ളത്തിന് വീഡിയോ ഇട്ട് അത് ഐഡിയ വൈറലായിരുന്നു ഗൈസ്. നല്ല നാരങ്ങാവെള്ളമായിട്ടാണ് ഇടുന്നത്. നീതുവിൻ്റെ തനു പ്രഗ്നന്റ് ആയി നീതു ഇരുന്ന സമയത്തല്ലേ തനുവിന്. ഓ ഗൈസ് നീതുവിന് കിട്ടിയല്ലോ. എന്റെ പോക്കറ്റിൽ നിന്ന് 10 രൂപ എടുത്തിട്ട് നീതു വേണ്ട ബാഗിലിടുന്നത്. ഓ അതായിരുന്നു ചേട്ടാ ചേട്ടാന്ന് വിളിക്കുന്ന ഇവള് കണ്ടോ? ആരെ ചേട്ടാന്ന് വിളിക്കുന്നേ? സോ ഗൈസ് ഞങ്ങൾ നേരെ നീതുവിന്റെ ബാക്ക് വ്യൂ കാണണമെന്ന് പറഞ്ഞുണ്ട്. കൊള്ളാം, നല്ല നല്ല രസമുണ്ട്. ഓ കിട്ടുന്ന രീതി എടുക്കണോ? കൊള്ളാം. സോ ഗൈസ് ഞങ്ങൾ 2 മൈക്ക് വെച്ചിട്ടില്ല, ഒരു മൈക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മൈക്കൂടെ വരുമ്പോഴത്തന്നെ ഒരുമാതിരി എക്കോ പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ട് ഒരു മൈക്കാണ് വെച്ച് പറയുള്ളൂ. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. സോ ഗൈസ് ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ ആദർശ്. ബൈ ബൈ.